പ്രാർത്ഥനയുടെയോ ആരാധനയുടെയോ ഇടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പെട്ടെന്നൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ മുഖത്തേക്ക് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ടോ? എന്തിനാണ് കരയുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ഏതോ കാരണത്താൽ ആരാധനാലയത്തിലോ പ്രാർത്ഥനാലയത്തിലോ നിങ്ങൾ കണ്ണുനീർ ഒഴുകുന്നത് നിങ്ങൾ കണ്ടെത്തുന്നു. പ്രാർത്ഥനയ്ക്കിടെ കണ്ണുനീർ ഒഴുകുന്നത് യാദൃച്ഛികമല്ലെന്ന് നിങ്ങൾ കാണുന്നു. ആത്മമണ്ഡലത്തിൽ ആഴമേറിയ എന്തോ സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു ആത്മീയ അടയാളമാണ് ഇത്. നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത് നിങ്ങളുടെ പ്രാർത്ഥന രീതിയെ എന്നേക്കുമായി മാറ്റും. കാരണം ആ കണ്ണുനീർ ക്രമരഹിതമല്ല, അവ ദിവ്യമാണ്. ഞാനിപ്പോൾ വിശദീകരിക്കാം. നിങ്ങൾ ഗൗരവമേറിയതും ഹൃദയംഗവുമായ ഒരു പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോഴെല്ലാം, പ്രത്യേകിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, ചിലപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തകർക്കേണ്ടി വരും. ആ നിമിഷങ്ങളിൽ നിങ്ങൾ കരയുന്നത് നിങ്ങൾ വികാരഭരിതനായതുകൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ മൃദുവാക്കുകയും ദൈവം മുമ്പാകെ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനാലാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തകർക്കുകയും നിങ്ങളുടെ ഹൃദയത്തെ താഴ്ത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളത് നിയന്ത്രിക്കാതെ